Hi guys, it's me Ansaf. Welcome back to Cansibip. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി ഔട്ട്ലുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് വീക്ക്ലി ഔട്ട്ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പേഴ്സ് 3 പേഴ്സാണ്. AUD USD, GBP USD അതുപോലെ തന്നെ USD CAD. ഈ 3 പേഴ്സിൻ്റെയും ഈ ഒരു വീക്കിലേക്കുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇമ്പോർട്ടൻറ്റ് സോൺസ്, പ്രൈസ് അങ്ങോട്ടേക്ക് എത്താൻ ചാൻസ് ഉണ്ട്, എവിടെ നിന്നൊക്കെ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ യൂറോ USD ഗോൾഡ് ഇതിൽ ഇൻക്ലൂഡ് ആക്കില്ല എന്ന് വെച്ചാൽ യൂറോ USD ഗോൾഡിന് ഡെയിലി അനാലിസിസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു വീക്ക്ലി ഔട്ട്ലുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ നമ്മൾ AUD USD, GBP USD അതുപോലെ തന്നെ USD CAD മാത്രമായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് USD CAD നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് USD CAD ചാർട്ട് വരുന്നത്. USD CAD നെക്സ്റ്റ് സോൺസ് വരുന്നത് ഡേ ടൈം ഫ്രെയിമിലാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഡേ ടൈം ഫ്രെയിമിൽ നെക്സ്റ്റ് ഒരു സോൺ വരുന്നത് ഈ ഒരു സോണിലാണ്. പ്രൈസ് ഈ ഒരു സോണിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. പ്രൈസ് ഇപ്പോൾ നല്ല രീതിയിൽ ഡൗൺഫാളാണ്, നല്ല രീതിയിൽ ബെയറിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ പ്രൈസ് എന്തായാലും ഈ ഒരു ഡെയിലി സോൺസിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻസ് നടന്നിട്ടുണ്ട്. സോ ഈ ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോണിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 4 hour നോക്കുകയാണെങ്കിലും നല്ലൊരു ഭയങ്കര ബെയറിഷ്നെസ് തന്നെയാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഇനി മാർക്കറ്റ് തിരിച്ച് കയറിയാലും ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കവറപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് വരുന്നതാണ് എൻ്റെ എക്സ്പെക്റ്റേഷന്. അതുമാത്രമല്ല നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാലും പ്രൈസ് റിയാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് കൺഫർമേഷൻസ് നോക്കിയതിന് ശേഷം മാത്രം സെൽ എൻട്രീസ് നോക്കാം. എന്തായാലും ബൈ എടുക്കുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽറ്റിയാണ്. ബൈ എടുക്കരുത്. ഇൻ കേസ് ഈ ഒരു സോൺ ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബൈ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതുവരെ നിങ്ങൾ ബൈ ഒന്നും എടുക്കാതെ സെല്ല് മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി ലോ ടൈം ഫ്രെയിമിലാണെങ്കിൽ 15 മിനിറ്റിൽ 5 മിനിറ്റിലൊക്കെ ആണെങ്കിലും നിങ്ങൾ സെല്ല് മാത്രം ഈ ഒരു സോൺ ബ്രേക്ക് ആകുന്നത് വരെ നിങ്ങൾ സെല്ല് മാത്രം നോക്കുക. ബൈ നോക്കുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ട്രെൻഡൊക്കെ നോക്കാം. കൗണ്ടർ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു നമുക്ക് 15 മിനിറ്റിലും അല്ലെങ്കിൽ 1 hourലൊക്കെ ഒരു ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ട്രെൻഡ് നോക്കാം. പക്ഷേ കൗണ്ടർ ട്രെൻഡ് ഭയങ്കര റിസ്ക്കിയാണ്. ട്രെൻഡിന് അഗേൻസ്റ്റ് ട്രേഡ് എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ട്രെൻഡ് നോക്കി ട്രെൻഡിൻ്റെ കൂടെ ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് AUD USD ആണ്. AUD USDയിൽ ഓൾറെഡി ഒരു സോൺ വന്ന് റിയാക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഈ ഒരു സോൺ ചെറുതായിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ ഈ ഒരു ഡേ സോണിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് പ്രൈസ്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. പ്രൈസ് ഇനിയും ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നല്ലൊരു ഡെയിലി സോൺസ് ഉണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ഡെയിലി സോൺസ് ഉണ്ട്. നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഉണ്ട്. അതിനിടയിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻസ് നടന്നിട്ടുണ്ട്. സോ പ്രൈസ് AUD USD ആ ഒരു ഏരിയയ്ക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. സോ നമുക്ക് നോക്കാം. ഇനി 4 hour ഒക്കെ നോക്കുകയാണെങ്കിൽ 4 hourലും നല്ല രീതിയിൽ ബുള്ളിഷ്നെസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കെല്ലാം ഫെയിൽ ആയിട്ടുണ്ട്. ഇനി പ്രൈസ് ചിലപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. കൺഫർമേഷൻ നോക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഡയറക്റ്റ് എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡയറക്റ്റ് എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 hourലും 15 മിനിറ്റിലൊക്കെ സെൽ എൻട്രീസ് നോക്കാം. ഇത് ഫെയിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ സേഫ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GBP USD ആണ്. GBP USDയിൽ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുള്ളിഷ്നെസ് ആണ്. ഈ ഒരു ഡിമാൻഡ് സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടാണ് പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ളത്. സോ ഇനിയും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത്. നമുക്ക് ഡെയിലി നെക്സ്റ്റ് സോൺ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അവിടെയാണ് ഡെയിലി സോൺസ് വരുന്നത്, സപ്ലൈ സോൺ വരുന്നത്. നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. നല്ല ലിക്വിഡിറ്റി എല്ലാം ഈ ഒരു സോണിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താ വെച്ചാൽ ഈ ഒരു സോണിക്ക് പ്രൈസ് എത്താൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സോണിക്ക് പ്രൈസ് എത്തുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. പിന്നെ ഇനി ഇവിടുന്ന് റിവേഴ്സിലാവുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ വീണ്ടും റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷന്. 4 hour നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുള്ളിഷ്നെസ് തന്നെയാണ് കാണുന്നത്. ഇനി ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് കാർഡ് കിട്ടും 4 hourൽ. ഈ ഒരു ഏരിയ ബ്രേക്ക് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോൺ വരെ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഇവിടുന്നും ഈ ഒരു സോണിൽ നിന്ന് പിന്നെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. ഈ ഒരു സോൺ വരെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ സെല്ല് നോക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ സെല്ല് നോക്കരുത്. ഇവിടുന്ന് നിങ്ങൾ സെല്ല് നോക്കരുത്. ബൈ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ GBP USDയിലും AUD USDയിലും USD CAD-ലും എൻ്റെ ഒരു വീക്ക്ലി ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതുപോലെ സംഭവിക്കുമോ നോക്കാം. എന്തായാലും മാർക്കറ്റ് 100% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാം ഒരു പ്രോബബിലിറ്റിയാണ്. ആ പ്രോബബിലിറ്റി പോലെ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാമല്ലേ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.